ഹലോ എവരിവൺ, ഞാനിപ്പോൾ ഉള്ളത് ചിറ്റാർ നിരുവിലാവിലാണ്. അതായത് ഗവിയൊക്കെ പോകുന്ന പ്രധാന പാതയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി, അടവി, ഉല്ലാസയാത്ര, ഒത്തിരി വാഹനങ്ങൾ, KSRTC വാഹനങ്ങളായാലും മറ്റ് വിനോദ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയിലാണ്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട MLA സേത്തോടിൽ നിന്ന് ഈ വഴിയാണ് അദ്ദേഹം കോന്നിയിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹം റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും 20 കോടി രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ വർക്ക് സ്റ്റാർട്ടായിട്ട് 6 മാസമായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ലേബേഴ്സിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ വർക്ക് ഭയങ്കര സ്പീഡപ്പ് ആവുന്നില്ല, വളരെ ഡിലേ ആയിട്ടാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി സഞ്ചരിച്ചിരുന്ന വാഹനം ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. 4 പേരുണ്ട്, നല്ല പരിക്കായിരുന്നു. മാത്രമല്ല ഡെയിലി ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ, ഒട്ടനവധി വാഹനങ്ങൾ അപകടമാകുന്നുണ്ട്. അത് മേഖല ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡേഞ്ചറസ് മേഖല, വളരെ കുത്തിനെ കിടക്കുന്നൊരു മേഖലയാണ്. കഴിഞ്ഞ മഴ സമയത്ത് ജസ്റ്റ് നിമിഷം കൊണ്ടാണ് ബസ് സേഫായിട്ട് രക്ഷപ്പെട്ട് പോയത്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ മറിയാൻ അപകട സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഈ വർക്കേഴ്സിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഈ വർക്കൊന്ന് സ്പീഡപ്പ് ആവും. അതൊന്ന് ഡെയിലി ഇപ്പോൾ വണ്ടിക്കായാലും മനുഷ്യർക്കായാലും അതുപോലെ ഒരു പരിക്ക് പറ്റുന്നൊരു മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.